കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ മാല്യവാൻ പറയണ ദുശകനങ്ങൾ കാണണ്ടെന്ന് പറയണതാണല്ലോ രാവണനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പറയണത്. അവിടെയാണ് നിർത്തിയതല്ലേ. അതായത് ജാനകി ലങ്കയിൽ പ്രവേശിച്ചതിന് ശേഷം പല നാശസൂചകങ്ങളായ പലതും കാണാം. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് ഭയങ്കര ശബ്ദമുള്ള മേഘം, എന്നിട്ടോ 4 ഭാഗത്തും ആ മേഘം വർഷിക്കുന്നത് എന്താണ്? ചോരമഴ അല്ലേ. എന്നിട്ട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ലിംഗങ്ങളൊക്കെ കരയണു, വേർക്കണു, അവൻ്റെ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇളകണു. ഇതൊക്കെയാണ് ഇപ്പം ഇതുവരെ പറഞ്ഞ ദുശകുനങ്ങളെ മാല്യവാൻ അല്ലേ. ഇനി ഈ 30ഉം 31ഉം അത് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. കാളികാ പാണ്ഡുരൈർദന്തൈഹി പ്രഹസത്യഗ്രതസ്ഥിത ഖരാ ഘോഷു പ്രജായന്തേ മൂഷകാ നകുലൈഹി സഹ. എന്തറിയോ? കാളി അഗ്രതഃ സ്ഥിത, അഗ്രഭാഗത്തിൽ നിന്നിട്ട് പാണ്ഡുരൈഹി ദന്തൈഹി പ്രഹസതി, അതായത് വെളുത്ത പല്ല് കാട്ടിയിട്ട് ചിരിക്കുന്നു. ഘോഷു ഖരാഹ പ്രജായന്തേ, അതായത് പശുക്കൾക്ക് കഴുതക്കുട്ടികളുണ്ടാവണു. പിന്നെയോ നകുലൈ സഹ മൂഷക, കീരികളോട് കൂടി ചേർന്ന് എലികൾ. എന്താണ് പറയണറിയോ? കാളി ഓരോ രാക്ഷസൻ്റെ മുമ്പിൽ നിന്നിട്ട്, ഇതൊക്കെയാണ് ദുശകനങ്ങൾ കേട്ടോ. മാല്യവാൻ പറയാണ്. ഇനിയും ദുശകനങ്ങൾ കുറേ ഉണ്ട്. ഭദ്രകാളി ഓരോ രാക്ഷസൻ്റെ മുമ്പിൽ നിന്നിട്ട് വെളുത്ത പല്ലുകൾ കാട്ടിച്ചിരിക്കുന്നു. അതായത് നിങ്ങളെയൊക്കെ ഞാൻ തിന്നുമെന്ന് അഭിനയിക്കണമെന്ന്. പശുക്കൾ കഴുതക്കുട്ടികളെ പ്രസവിക്കുന്നു. കീരികളും എലികളും ഒത്തുചേർന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ആ നകുലൈ സഹ, കീരികളും അതായത് കീരിയും എലിയും പിന്നെ ഫ്രണ്ട്സായിട്ട്. എന്നിട്ട് എന്താ പറയുക? അടുത്തേൽ പറയാം കേട്ടോ. കാളികാ പാണ്ഡുരൈർദന്തൈ പ്രഹസത്യഗ്രതസ്ഥിത ഖരാഘോഷു പ്രജായന്തേ മൂഷകാ നകുലൈഹി സക. അതായത് എലിയും കീരിയും കൂടി, നകുലം കീരിയാണ്. എലി പിന്നെ എന്താണ് എലി കീരിയോട് സഖ്യം സ്ഥാപിച്ച എന്താ പറയണേ? മാർജാരേണതു യുദ്ധ്യന്തി പന്നഗ ഗരുഡേനതു കരാളോ വികടോ മുണ്ട പുരുഷ കൃഷ്ണ പിങ്കള. പിന്നെന്താ അറിയോ? ഇങ്ങനെ ഈ കീരികളോട് കൂടി ചേർന്ന എലികള് മാർജാരേണ യുദ്ധ്യന്തി, മാർജാരനോട് യുദ്ധം ചെയ്യുന്നു. എലിക്കല്ലെങ്കിൽ പിന്നെ പൂച്ച പേടിയല്ലേ, പക്ഷെ കീരിയെ കൂട്ടുപിടിച്ചിട്ട് പൂച്ചോട് എലി യുദ്ധം ചെയ്യുക. ആലോചിച്ച് നോക്കൂ, എലിക്ക് എന്തൊരു പേടിയ. എലി പൂച്ചയുടെ പിന്നെ എന്താണ് ഭക്ഷണമാണ്. അപ്പോൾ ഒരിക്കലും പൂച്ച കണ്ട ഓടി ഒളിക്കും. പക്ഷെ ഇപ്പം അതല്ല ചെയ്യണത്. ദുർലക്ഷണം എന്താണ്? എലി കീരിയോട് ചേർന്ന് മാർജാരേണ യുദ്ധ്യന്തി, പൂച്ചോട് യുദ്ധം ചെയ്യണു. പന്നഗാഹ ഗരുഡേന, പാമ്പുകൾ ഗരുഡനോട്. ശരിക്കും ഗരുഡൻ പാമ്പിനല്ലേ തിന്നുക, ഇതിപ്പോൾ നേരെ തിരിച്ച്. പിന്നെയോ അതെ, പിന്നെ കരാളഹ ഭയങ്കരനും, വികട നല്ല തടിച്ചവനും, മുണ്ട തല മൊട്ടയടിച്ചവനും, കൃഷ്ണപിങ്കള അതായത് കൃഷ്ണപിങ്കള കാല എന്നുള്ളത് അതിലാണ് വരിക കേട്ടോ. കറുത്ത നീളമുള്ള. ഇനി അടുത്തേലാണ് വരണത്, നോക്കാം. മാർജാരേണത് യുദ്ധ്യന്തി പന്നഗ ഗരുഡേനതു കരാളോ വികടോ മുണ്ട പുരുഷ കൃഷ്ണ പിങ്കള കാലോ ഗൃഹാണി സർവേഷാം കാലേ കാലേന്യവേക്ഷതേ ഏതാന്യന്യാനി ദൃശ്യന്തേ നിമിത്താന്യുദ്ഭവന്തി ച. എന്താ പറയുക? തലമൊട്ടടിച്ച് ഭയങ്കര തടിച്ച്
കണ്ട ഭയങ്കരമുള്ള കൃഷ്ണപിങ്കള കാലാച്ച കറുത്ത നിറമുള്ള കാലൻ ചൽ യമൻ സർവേഷാം ഗൃഹാണി എല്ലാവരുടെയും ഗൃഹങ്ങളെ കാലേ കാലേ നിവേക്ഷന്തേ കാലം തോറും നോക്കുന്നു. കാലങ്ങനെ വന്ന് നോക്കുക. ഏതാനി അന്യാനി നിമിത്താനി ദൃശ്യന്തേ ഇനിയും വേറെയും ദുർനിമിത്തങ്ങൾ കാണാണ്ടെന്ന്. ഉദ്ഭവന്തീച്ച ഇതാ പുതുത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ വെച്ചാൽ പിന്നെ എന്താണ് മറ്റേലും പറഞ്ഞുല്ലോ പാമ്പ് ഗരുഡനോടൊക്കെ. പിന്നെയോ ഭയങ്കരനും തടിച്ചവനും തലമൊട്ടയടിച്ചവനും കറുത്ത നിറമുള്ള കാലൻ എന്താ ചെയ്യണത്? എല്ലാ രാക്ഷസന്മാരുടെയും ഗൃഹങ്ങളെ കാലത്തും വൈകുന്നേരവും നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള അനവധി നിമിത്തങ്ങൾ കാണപ്പെടുന്നു. പിന്നെയും പുതിയ നിമിത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാലോ ഗൃഹാണി സർവേഷാം കാലേ കാലേ ന്യവേക്ഷതേ ഏതാന്യന്യാനി ദൃശ്യന്തേ നിമിത്യന്യുദ്ഭവന്തി ച അതഃ കുലസ്യ രക്ഷാർത്ഥം ശാന്തിം കുരുദശാനന സീതാം സൽകൃത്യ സധനാം രാമായാശു പ്രയച്ഛ ഭോഹോ. ഇതൊക്കെ കണ്ടോണ്ട് എന്താ പറയണേ? അതഃ ദശാനന, അതുകൊണ്ട് ഹേ രാവണ, കുലസ്യ രക്ഷാർത്ഥം ശാന്തിം കുരു, ഈ കുലത്തിൻ്റെ രാക്ഷസകുലത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ശാന്തിയെ ചെയ്താലും സീതാം സധനാം സൽകൃത്യ, സീതയെ ധനത്തോടുകൂടി കുറേ ധനവും കൊണ്ടുപോയിട്ട് സീതയും കൊണ്ടുപോയി സൽക്കരിച്ചിട്ട് ആശു രാമായ പ്രയച്ഛ, വേഗം രാമനായിക്കൊണ്ട് കൊടുത്താലും സീതയെ മാത്രമല്ല കുറേ ധനവും കൂടിയും കൊടുത്ത് രാമന് കൊടുക്കാൻ. അപ്പോൾ ഈ എല്ലാ ശ്ലോകത്തിനും കൂടി എന്താ പറഞ്ഞറിയോ? അയ്യോ എവിടെൻ്റെ ഇത് പോയി, അയ്യോ ആ പേജ് പോയി കേട്ടോ, നോക്കട്ടെ. അതെ. അപ്പോൾ എന്താ അതിന് എല്ലാവരും കൂടി അർത്ഥം പറയുമ്പോൾ, ഭദ്രകാളി ഓരോ രാക്ഷസൻ്റെയും മുമ്പിൽ വന്ന് വെളുത്ത പല്ല് കാട്ടി ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം ഞാൻ തിന്നുന്നിങ്ങനെ ഇൻഡയറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു, കീരികളും എലികളും സഖ്യം ചേർന്ന് പൂച്ചയോടും പാമ്പുകൾ ഗരുഡനോടും പോരാടുന്നു. പിന്നെയോ ഭയങ്കരനും വലിയ തടിയും ഉയരവും കറുത്തിരുണ്ട നിറമുള്ള കാലൻ എല്ലാ രാക്ഷസന്മാരുടെയും വീട്ടിലെ കാലത്തും വൈകുന്നേരവും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എപ്പോഴും കാലൻ പിന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കണു. ഇങ്ങനെയുള്ള അനവധി ദുർനിമിത്തങ്ങൾ കണ്ട് ഓരോന്ന് പുതിയ നിർമ്മിത്തങ്ങൾ ഉണ്ടാവണമുണ്ട്. അതുകൊണ്ട് ഹേ രാവണ, വംശം നശിക്കാതെ വേണ്ട ശാന്തി ഉള്ള കാര്യങ്ങൾ ചെയ്യൂ. അതായത് ഞാൻ പറയാം, സീതയെ സൽക്കരിച്ച് ബഹുമാനത്തോടു കൂടി വേഗം ശ്രീരാമന് കാഴ്ചവെക്കൂ. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നണമെന്ന് മാല്യവാൻ മുത്തശ്ശൻ പറഞ്ഞു. ഇനി നമുക്ക് രാമം നാരായണം വിദ്ധി വിദ്വേഷം ത്യജ രാഘവേ യൽപാദബോധമാശ്രിത്യ ജ്ഞാനിനോ ഭവസാഗരം. രാമം നാരായണം വിധി, രാമനെ സാക്ഷാൽ ആദിനാരായണനാണെന്ന് അറിഞ്ഞാലും രാഘവേ വിദ്വേഷം ത്യജ, അങ്ങനെ രാമനുള്ള വിദ്വേഷത്തെ ത്യജിച്ചാലും ജ്ഞാനിനഹ, ജ്ഞാനികൾ അത് പിന്നെ അടുത്ത ശ്ലോകത്തിനും കൂടി അതുവരെ പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം കൂടി ചെല്ലാട്ടോ. രാമം നാരായണം വിദ്ധി വിദ്വേഷം ത്യജ രാഘവേ യത്പാദബോധമാശ്രിത്യ ജ്ഞാനിനോ ഭവസാഗരം. അതെന്താ അറിയോ? തരന്തി ഭക്തിപൂതാന്താസ്തോ രാമോ നമാനുഷ ഭജസ്വ ഭക്തിഭാവേന രാമം സർവഹൃദാലയം. അതും കൂടി ഒന്നിച്ച് വേണം. എന്താ അറിയോ? ഈ ജ്ഞാനികൾ ഭക്തിപൂതാന്ത, ഭക്തിയാൽ ശുദ്ധമായ മനസ്സോടു കൂടിയവരായിട്ട് യൽ പാദബോധം ആശ്രിത്യ, അതായത് അങ്ങയുടെ പാദാരവിന്ദമാകുന്ന കപ്പലിനെ ആശ്രയിച്ചിട്ട്, പാദപോദം എന്ന് പറഞ്ഞുല്ലോ, അങ്ങയുടെ പാദാരവിന്ദങ്ങളാകുന്ന കപ്പലിനെ ആശ്രയിച്ചിട്ട് ഭവസാഗരം തരന്തി, അതായത് ഈ ഭവസാഗരത്തിനെ കടക്കുന്നു, സംസാരസാഗരത്തിനെ കടക്കുന്നു. അതാണ് അതിൽ പറഞ്ഞത് കേട്ടോ. എന്താ അറിയോ?
തതഹ രാമൻ മനുഷ്യനല്ല. തതഹ രാമ ന മാനുഷം, അതുകൊണ്ട് രാമൻ മനുഷ്യനല്ല എന്ന് പറയാണ്. സർവഹൃദാലയം രാമം, സർവരുടെയും ഹൃദയമാകുന്ന ഭവനത്തോടു കൂടിയ രാമൻ ചെന്ത എല്ലാവരുടെയും അന്തര്യാമിയാണെന്ന്. ഭക്തിഭാവേന ഭജിസ്വ, ഭക്തിയോടുകൂടി ഭജിക്കൂ എന്നാണ് അതിൽ പറഞ്ഞത്. അപ്പം എന്താ വെച്ചാൽ ഈ രാമൻ ആദിനാരായണനാണ്, ആ വൈരം ത്യജിക്കൂ. അതായത് ഭക്തിയോണ്ട് വളരെ പരിശുദ്ധമായ മനസ്സോടു കൂടിയവരായിട്ട് ഭഗവാന്റെ പാദങ്ങളെ തോണിയായി കൽപ്പിച്ച് അല്ലെങ്കിൽ തോണിയായിട്ട് ആശ്രയിച്ചിട്ട് ഈ സംസാരസാഗരം കടക്കണു. അതുകൊണ്ട് രാമൻ സാധാരണ മനുഷ്യനല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അന്തര്യാമിയാണ്. ആ രാമനെ ഭക്തിഭാവത്തോടുകൂടി ഭജിക്കൂ എന്നാണ് പറഞ്ഞത്. തരന്തി ഭക്തിപൂതാന്താസ്തോ രാമോ ന മാനുഷ ഭജസ്വ ഭക്തിഭാവേന രാമം സർവഹൃദാലയം. പിന്നെയോ യദ്യപിത്വം ദുരാചാരോ ഭക്ത്യാപൂതോ ഭവിഷ്യസി മദ്വാക്യം ഗുരുരാജേന്ദ്ര കുലകൗശലഹേതവേ. എന്നിട്ട് എന്താ പറയണറിയോ? ഭജിച്ചോളൂ, ഭജിക്കണം എന്ന് പറഞ്ഞു രാമനെ ഭക്തിയോടെ. ത്വം ദുരാചാര യദ്യപി, നീ ദുഷ്ടനാണെച്ചാൽ പോലും ഭക്തിയാ പൂതാഹ ഭവിഷ്യതി, ഭക്തി കൊണ്ട് നിനക്ക് പരിശുദ്ധി വരും. രാജേന്ദ്ര, ഹേ രാജശ്രേഷ്ഠ, കുലകൗശലഹേതവേ, ഈ കുലത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് മദ്വാക്യം കുരു, എൻ്റെ വാക്കിനെ അനുസരിച്ച് പ്രവർത്തിച്ചാലും. എന്താ പറഞ്ഞ്? നീ ദുഷ്പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവനാണെച്ചാലും ശ്രീരാമചരണാരവിന്ദം ഭക്തിയോടെ നീ പ്രാർത്ഥിച്ചാൽ ഓർമ്മിച്ചാൽ നീ പരിശുദ്ധനായിത്തീരും. ഹേ രാവണ, തൻ്റെ കുലത്തിനെ രക്ഷിക്കാനായിക്കൊണ്ടെങ്കിലും ഞാൻ ഈ പറയുന്നതനുസരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം അത് മൂന്നും ഒന്നിച്ച് പറയണച്ചാലാണ്. അതായത് രാമൻ സാക്ഷാൽ ആദിനാരായണനാണ്, അതും ഈ മനസ്സിലാക്കൂ. അതുകൊണ്ട് രാമനോടുള്ള വൈരം ത്യജിക്കൂ. ജ്ഞാനികൾ, സാധാരണ അറിവുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ പാദപങ്കജങ്ങളാകുന്ന കപ്പലിനെ ആശ്രയിച്ചിട്ട് ഈ ഭക്തി കൊണ്ട് അന്തരംഗത്തെ ശുദ്ധീകരിച്ച് ഈ സംസാരസാഗരത്തെ നിഷ്പ്രയാസം കടക്കുന്നു. അതുകൊണ്ട് രാമൻ മനുഷ്യനല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവായ രാമനെ അങ്ങ് ഭക്തിയോടുകൂടി സേവിച്ചാലും നീയെ ദുഷ്ടനാണെങ്കിലും ശ്രീരാമൻ്റെ ചരണാരവിന്ദത്തിലുള്ള ഭക്തി നിമിത്തം നീയും പരിശുദ്ധനായി തീരും. അതുകൊണ്ട് ഹേ രാവണ, വംശക്ഷേമത്തിനായിട്ട് നീയെ ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാലും എന്നാണ് അപ്പോൾ പറഞ്ഞത്. യദ്യപി ത്വം ദുരാചാരോ ഭക്ത്യാപൂതോ ഭവിഷ്യസി മദ്വാക്യം ഗുരു രാജേന്ദ്ര, എൻ്റെ വാക്യം കേൾക്കൂ. കുലകൗശലഹേതവേ, കുലത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് എന്ന്. ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്താ രാമൻ സാധാരണക്കാരനല്ല, ദിവ്യനാണ്, ദിവ്യപുരുഷനാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണോ എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രാവണന് മാത്രം മനസ്സിലാവുന്നില്ല. അപ്പം എത്ര ആൾ ഉപദേശിച്ചു അല്ലേ. ഇനി 37. തത്തു മാല്യവതോ വാക്യം ഹിതമുക്തം ദശാനന നമർഷയതി ദുഷ്ടാത്മാ കാലസ്യ വശമാഗത. കാലത്തിന് അധീനാണ്. ഹിതമുക്തം മാല്യവത് തദ്വാക്യം, ഹിതമായിട്ട് പറയപ്പെട്ട ആ മാല്യവാൻ്റെ വാക്കുകളെ കാലസ്യ വശം ആഗത, കാലത്തിന് അധീനനായിട്ട് ഉള്ള, അതായത് വിധിക്കധീനനാണ്, നിർത്തില്ല. ദുഷ്ടാത്മാ ദശാനന, ദുഷ്ടമനസ്സോടുകൂടിയവനായ ദശാനനൻ മർഷയതി, സഹിച്ചില്ലാന്ന്. മാല്യവാൻ ചെയ്ത ഈ ഹിതോപദേശം ഈ കാലത്തിൻ്റെ കൈകളിൽ അകപ്പെട്ട ദുർബുദ്ധിയായിട്ടുള്ള രാവണൻ ഒട്ടും ഹിതായിട്ട് കരുതിയില്ല, സഹിച്ചില്ല എന്ന്. തത്തു മാല്യവതോ വാക്യം ഹിതമുക്തം ദശാനന മർഷയതി, സഹിച്ചില്ല എന്ന്. ദുഷ്ടാത്മാ കാലസ്യ വശാഗത, കാലത്തിന് വശമാഗത, കാലത്തിന് അധീനനാണ്. നമുക്ക് വിധി എന്താ വെച്ചാൽ അതേ ചെയ്യാൻ തോന്നുള്ളൂ അല്ലേ, നിവൃത്തിയില്ല. അപ്പോൾ 18. മാനവം കൃപണം രാമമേകം ശാഖാമൃഗാശ്രയം സമർത്ഥം മന്യസേ കേന ഹീനം പിത്രാമുനിപ്രിയം. മാനവം, അതായത് മനുഷ്യനും കൃപണ ദുഃഖിതനും ശാഖ മൃഗാശ്രയം വാനരന്മാരാകുന്ന ആശ്രയത്തോടു കൂടിയവനും, ശ്രീരാമനെ പറയണ, പിത്രാഹീന
പിത്രാഹീനം, പിതാവിനോട് വേറിട്ടവനും. അച്ഛനെ രാജധാനിയിലാക്കിയിട്ടല്ലേ പോകുന്ന രാമൻ. മുനിപ്രിയം, മുനിമാർക്ക് വളരെ പ്രിയനും ഏകം രാമം, ഏകനുമായ രാമനെ സമർത്ഥനെന്ന് കേനമന്യസേ. എന്തപ്പം രാമൻ ഇത്ര കേമനാന്ന് അങ്ങ് വിചാരിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? കാരണം വേറൊരു മനുഷ്യനാണ് രാമൻ. ദുഃഖിതനാണ്, ഭാര്യ പിരിഞ്ഞുള്ള ദുഃഖം. വാനരന്മാരാണ് ആശ്രയം രാമന്, കുരങ്ങന്മാരെ ആശ്രയിക്കുന്ന ആളാണ്. വേറൊരു മനുഷ്യൻ, ദുഃഖിതൻ, വാനരന്മാരെ ആശ്രയിക്കുന്നവൻ, പിന്നെയോ പിതാവും കൂടി ഉപേക്ഷിച്ചവൻ. പിതാവ് പൊക്കോളാൻ പറഞ്ഞല്ലോ, പിതാവും കൂടി ഉപേക്ഷിച്ചവനാണ്. മുനികളുടെ പ്രിയനാണ്. ഇങ്ങനെയുള്ള അതായത് മുനികളെ പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആൾക്കാരല്ലേ, പൈസ ഒന്നുമില്ലാത്ത ആൾക്കാരല്ലേ. മുനികളുടെ പ്രിയനായിട്ട് എന്താ കാര്യം എന്നാണ്. ഇങ്ങനെ നിസ്സാരനായിട്ടുള്ള രാമനെ സമർത്ഥനാണെന്ന് നീ പറയാൻ എന്താ കാരണം? സമർത്ഥനാണ് രാമൻ എന്ന് വിചാരിക്കാൻ എന്താ കാരണം ചോദിക്കുകയാണ് ആരെ? രാവണൻ. മാനവം കൃപണം രാമമേകം ശാഖാമൃഗാശ്രയം സമർത്ഥം മന്യസേ കേന ഹീനം പിത്രാ മുനിപ്രിയം. രാമേണ പ്രേഷിതോ നൂനം ഭാഷസേ ത്വമനർഗളം ഗച്ഛ വൃദ്ധോസി ബന്ധുസ്ത്വം സോഠം സർവം ത്വയോദിതം. നോക്കൂ, കഷ്ടമല്ലേ? രാമേണ പ്രേഷിതാത്വം, നീ രാമനാൽ അയക്കപ്പെട്ടവനായിട്ട്, രാമനെ അയച്ചതെന്ന വിചാരേ, രാവണാൽ പ്രേഷിതവൻ അയക്കപ്പെട്ടവനായിട്ട് അങ്ങ് അനർഗളം ഭാഷസേ. വളരെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല അനർഗളമായിട്ട് പ്രസംഗിക്കണു. ഗച്ഛ, സ്ഥലം വിട്ടാലും. ത്വം വൃദ്ധ ബന്ധു അസി, അങ്ങ് വൃദ്ധനുമാണ്, ബന്ധുവാണ്. ത്വയാ ഉദിതം സർവം സോഠം, അങ്ങയാൽ പറയപ്പെട്ടതൊക്കെ ഞാൻ സഹിച്ചു. കൊല്ലൊന്നും ചെയ്യുന്നില്ല. കാരണം അങ്ങ് ബന്ധുവാണ്, വൃദ്ധനാണ്. ബന്ധുവല്ല, മുത്തശ്ശനാണ്. ബന്ധുവാണ്, വൃദ്ധനുമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. എന്താ പറയണത്? രാമനാണപ്പം നിന്നെ അങ്ങേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞയച്ചതെന്ന് എനിക്കറിയാമെന്ന്. രാമൻ പറഞ്ഞയച്ചൊന്നുമല്ല, രാമൻ്റെ ആവശ്യപ്രകാരം ഇവിടെ നിന്ന് ഇങ്ങനെ എന്നോട് ഒരു കൂസലും ഇല്ലാതെ ഉപദേശിക്കുകയാണ്. അപ്പം അങ്ങ് ആട്ടെ, സ്ഥലം ഒഴിച്ചോളൂ, പൊക്കോളൂ, പോയി വരൂ, പൊക്കോളൂ ഇപ്പം തന്നെ. അങ്ങ് വൃദ്ധനും എൻ്റെ ബന്ധുവുമായതുകൊണ്ട് ഈ പറഞ്ഞതിനെയെല്ലാം ഞാൻ സഹിച്ചിരിക്കുന്നു. അതായത് അങ്ങേ ഒന്നും ഉപദ്രവിക്കൊന്നും ചെയ്യാതെ ഞാൻ അങ്ങോട്ട് പൊക്കോളാൻ പറയുകയാണ്. കാരണം അങ്ങ് എൻ്റെ ബന്ധുവാണ്, വയസ്സുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ പുറത്തിരിക്കുന്നു, പൊക്കോളൂ എന്ന്. രാമേണ പ്രേഷിതോ നൂനം ഭാഷസേ ത്വമനർഗളം ഗച്ഛ വൃദ്ധോസി ബന്ധുസ്ത്വം സോഢം സർവം ത്വയോദിതം. ഇതോ മൽകർണപദവിം ദഹത്യേതദ്വചസ്തവാം ഇത്യുക്ത്വാ സർവസജീവൈഃ സഹിതപ്രസ്ഥിതസ്തദാ. ഇതഃ തവ ഏതദ് വച, ഇനിമേൽ നിന്റെ ഈ വാക്ക് മത് കർണപദവിയും ദഹതി, എൻ്റെ ഈ ചെവിയൊക്കെ ദഹിപ്പിക്കണു. ഇതി ഉക്ത്വ, ഇത് പറഞ്ഞിട്ട് തഥാ സർവസജീവൈഃ സഹിത, അപ്പോൾ എല്ലാ മന്ത്രിമാരോടും കൂടിയവനായിട്ട് പ്രസ്ഥിത പുറപ്പെട്ടു. എന്നിട്ട് എന്താ പറഞ്ഞ്? ഇനിമേൽ അങ്ങയുടെ ഈ മാതിരിയുള്ള വാക്ക് കേൾക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്താ വെച്ചാൽ എൻ്റെ ചെവികളെയൊക്കെ അത് ദഹിപ്പിക്കണു. അങ്ങേപ്പോലെ ഈ ഉപദേശം തരാൻ വന്നവരുടെ വാക്ക് കേട്ട് 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 മടുത്തു. ശുഗൻ്റെ കഴിഞ്ഞിട്ടാണല്ലോ അപ്പം മാല്യവാൻ. അങ്ങേപ്പോലെ ഇങ്ങനെ ഉപദേശം ചെയ്യാൻ വരണവരുടെ വാക്ക് കേട്ട് കേട്ട് മടുത്തു എന്ന് മാത്രമല്ല, എൻ്റെ ചെവി ഇങ്ങനെ കത്തുന്നു. അത് പറഞ്ഞ് ഇതും പറഞ്ഞ് എല്ലാ മന്ത്രിമാരോടും കൂടി അപ്പം തന്നെ രാവണൻ അവിടെ നിന്ന് പോയി എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഇതോമേൽ കർണപദവിം ദഹത്യേതദ്വചസ്തവ ഇത്യുക്ത്വാ സർവസജീവൈഃ സഹിതപ്രസ്ഥിതസ്തദാ. പ്രാസാദാഗ്രേ സമാസീന പശ്യൻ വാനരസൈനികാൻ യുദ്ധായോജയൽ സർവരാക്ഷസൻ സമുപസ്ഥിതൻ. പ്രാസാദാഗ്രേ, അതായത് പ്രാസാദാഗ്രത്തിൽ, അതായത് മാളികയുടെ അവിടെ അറ്റത്ത്, വാനര സൈനികാൻ പശ്യൻ സമാസീന, വാനര സൈന്യത്തിലുള്ളവരെ നോക്കിയിരിക്കുന്നവനായിട്ട് അവിടുന്ന് പോയി. എന്നിട്ട് ഒരു
വേറൊരു മാളികയുടെ ആ മാളികയുടെ തന്നെ ഒരറ്റത്ത് പോയിരുന്നിട്ട് വാനര സൈന്യത്തെ നോക്കിയിരിക്കുന്നവനായിട്ട് സമുപസ്ഥിതാൻ സർവരാക്ഷാൻ സമീപത്ത് നിൽക്കുന്ന രാക്ഷസന്മാരെയും യുദ്ധായ അയോജയത് യുദ്ധത്തിനായിക്കൊണ്ട് യോജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെച്ചാൽ മാളികയുടെ മുകളിൽ ചെന്നിട്ട് ലങ്കാപുരിയുടെ 4 ഭാഗത്തും നിറച്ച് വാനര സൈന്യം വളഞ്ഞിന്നുവേ 4 ഭാഗത്തും നിറഞ്ഞു നിൽക്കണ വാനര സൈന്യത്തിലുള്ളവരെയൊക്കെ നോക്കിക്കൊണ്ട് രാവണൻ അടുത്ത് നിൽക്കണ രാക്ഷസന്മാരെയുടെ യുദ്ധത്തിനായിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. അതായത് ഇവിടുന്ന് മാല്യവാൻ്റെ ഇത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, പോയിട്ട് 4 പുറവും നിറഞ്ഞു നിൽക്കണ ആ വാനന്മാരെയൊക്കെ നോക്കിയിട്ട് അടുത്ത് നിൽക്കേണ്ട രാക്ഷസന്മാരോട് പറഞ്ഞു, അവർ യുദ്ധത്തിന് ഉത്സാഹിപ്പിച്ചു. അതായത് നമുക്ക് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു. അതാണ് പ്രാസാദാഗ്രേ സമാസീന പശ്യൻ വാനര സൈനികാൻ യുദ്ധായോജയൽ സർവരാക്ഷസൻ സമുപസ്ഥിതാൻ. അയോജയ എന്നാണ്, യുദ്ധായ അയോജയൽ, യുദ്ധത്തിനായിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ ഒന്നിച്ച് നിർത്തിയെന്നോ ഉത്സാഹിപ്പിച്ചു എന്നൊക്കെ പറയാം. അത് 3 ശ്ലോകം ഒന്നിച്ചാണ്. രാമോഭിധനുരാധായ ലക്ഷ്മണേന സമാഹൃതം ദൃഷ്ട്വാ രാവണമാസീനം കോപേന കലുഷീകൃതഃ കിരീടിനം സമാസീനം മന്ത്രിഭിഃ പരിവേഷ്ടിതം ശശാങ്കാർദ്ധനിഭേനൈവ ബാണേനൈകേന രാഘവഃ ശ്വേതചച്ഛത്രസഹസ്രാണി കിരീടദശകം തഥാ ചിച്ഛേദനിമിഷാർദ്ധേന തദദ്ഭുതമിവാഭവത്. രാമനും ലക്ഷ്മണേന സമാഹൃതം ധനു ആദായ, ലക്ഷ്മണനാൽ കൊണ്ടുവരപ്പെട്ട വില്ലിനെ എടുത്ത് ആസീനം രാവണം ദൃഷ്ട, ഇരിക്കുന്ന രാവണനെ കണ്ടിട്ട് കോപേന കലുഷീകൃത, രാമനത്ര കോപം വരണ്ട, കോപത്താൽ കലുഷനായിട്ട് കിരീടിനം ഉത്തമ കിരീടം ധരിച്ചും മന്ത്രിഭിപരിവേഷ്ടിത, മന്ത്രികളാൽ ചുറ്റപ്പെട്ടും സമാസീനം ചില നല്ല സുഖമായിട്ടിരിക്കുന്ന അവനെയും രാവണനെയും ശ്വേതഛത്രസഹസ്രാണി, അതെ ശ്വേത ചാന്നില്ല അവിടെ ഒരു അക്ഷരം അധിക, ശ്വേതഛത്രസഹസ്രാണി അതായത് 1000 വെൺകറ്റക്കുടകളെയും കിരീടദശകം 10 കിരീടം, 10 തലയുണ്ടല്ലോ, 10 കിരീടത്തെയും രാമൻ ശശാങ്കാർദ്ധനിഭേന ഏകേന ബാണേന ഏവ, അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരൊറ്റ അമ്പോണ്ട് നിമിഷാർദ്ധേന ചിച്ഛേദ, അരനിമിഷം കൊണ്ട് ഛേദിച്ച് തദ്ഭുതം ഇവ അഭവത്, അത്ഭുതം എന്ന പോലെ ഭവിച്ചു. എന്താ അറിയോ, രാവണൻ ഈ മാളികയുടെ മുകളിലിരിക്കണത് രാമൻ കണ്ടു. അപ്പോൾ കോപം കൊണ്ട് രാമൻ്റെ കണ്ണ് കലങ്ങി. ലക്ഷ്മണൻ വേഗം ഒരമ്പെടുത്ത് കൊടുത്തു, ഒരു വില്ല് കൊടുത്തു, ഒരമ്പും കൊടുത്തു. ആ ലക്ഷ്മണൻ കൊടുത്ത വില്ലെടുത്ത് പിടിച്ച് ആ മന്ത്രിമാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന രാവണനെ ലക്ഷ്യം വെച്ച് ഒരു അസ്ത്രം കൂടി വിട്ടു. ശ്രീരാമൻ ആയിരിക്കണ സ്ഥലത്തുനിന്ന് കണ്ടു രാവണനെ. എവിടെയാന്നീ, രാവണൻ്റെ ചുറ്റും പിടിച്ചിട്ടുണ്ട് അനേകം വെൺകൊറ്റക്കുട. ആ വെൺകൊറ്റക്കുടകളെയും 10 കിരീടത്തിനെയും, രാവണൻ്റെ തല പോയില്ല കേട്ടോ, കിരീടത്തിനെയും അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരൊറ്റ, അതായത് അർദ്ധചന്ദ്രാകൃതി പറഞ്ഞാൽ സെമി സർക്കിളിലുള്ള ഒരൊറ്റ അമ്പോണ്ട് അരനിമിഷം കൊണ്ട് മുറിച്ചങ്ങോട്ട് വീഴ്ത്തി. അത് കണ്ടിട്ട് എല്ലാവർക്കും ആശ്ചര്യമായി. രാമനോ അതൊക്കെ നിസ്സാരം അല്ലേ, എന്താ ആലോചിച്ച് നോക്കൂ. കുറേ അകലെ രാവണൻ ഈ രാക്ഷസന്മാരുടെ കൂടെയും അനവധി വെൺകൊറ്റക്കുടകളുമൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ രാജാവല്ലേ, അനവധി രാക്ഷസന്മാർ, പിന്നെ എല്ലാ തലയിലും കിരീടമുണ്ട്. രാവണന് ഒരു സുഖമായിട്ടിങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര സുഖിച്ച് മതിച്ചിരിക്കല്ലേ, അതായത് ഭൗതിക സുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചിരിക്കുന്നു. അതിങ്ങനെ കണ്ടപ്പോൾ ഒരു പാവം സീതയാണെങ്കിൽ അവിടെ ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിലല്ലേ, അശോക വനത്തിൽ പാവം അവിടെ ഇരിക്കുന്നു. അതൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങോട്ട് രാമന് ദേഷ്യം വന്നിട്ട് വേഗം ലക്ഷ്മണൻ ഒരു വില്ലിന് കൊടുത്തു. ആ വില്ലെടുത്ത് നല്ലൊരമ്പ്
അർദ്ധചന്ദ്രാകൃതിയിലുള്ളതെന്നാണ് പറയണത്, അതായത് സെമി സർക്കിള്. അങ്ങനെ ഒരു അമ്പെടുത്ത് ഒരൊറ്റ ആ അമ്പങ്ങടെ ഇതപ്പം എന്താ, രാവണൻ്റെ 4 പുറം പിടിച്ച വെൺകൊറ്റക്കൊടയൊക്കെ വീണു എന്ന് മാത്രമല്ല, ആ 10 കിരീടവും ആ അർദ്ധചന്ദ്രാകൃതിയിലുള്ള അമ്പ് മുറിച്ചങ്ങോട്ട് വീഴ്ത്തി ഒരു അരനിമിഷം കൊണ്ട്. ഇതാ പറയുമ്പോഴേയും കഴിഞ്ഞു. കണ്ടു നിന്നവർക്കൊക്കെ ആശ്ചര്യം എന്ന് പറഞ്ഞാൽ പോരാ, രാമനാണെങ്കിൽ അത് വേറെ നിസ്സാരം. അപ്പം നമുക്ക് അത് 3 വായിച്ച് ഇവിടെ നിർത്താം. രാമോപി ധനുരാധായ ലക്ഷ്മണേന സമാഹൃതം ദൃഷ്ട്വാ രാവണമാസീനം കോപേന കലുഷീകൃത കിരീടിനം സമാസീനം മന്ത്രിഭിः പരിവേഷ്ടിതം ശശാങ്കാർദ്ധനിഭേനൈവ ബാണേനേകേന രാഘവ. ഒറ്റ ബാണം കൊണ്ട്. ശ്വേതഛത്രസഹസ്രാണി, അനവധി പെൺകൊറ്റക്കടകൾ. കിരീടദശകം തഥാ 10 കിരീടവും ചിച്ഛേദ മുറിച്ചിട്ടു. നിമിഷാർദ്ധേന, അരനിമിഷം കൊണ്ടേ. തദ്ഭുതമിവാഭവത്, അത്ഭുതം തന്നെ എന്ന് പറയാണ്. ഇത് ഇപ്പം രാവണനൊരു ടേസ്റ്റ് ഓഫ് ശ്രീരാമൻ ഇപ്പം തന്നെ കിട്ടി അല്ലേ? ആ ശ്രീരാമൻ്റെ ശക്തിയുടെ ഒരു ചെറിയ ഒരു ഇതിപ്പോൾ നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും രാവണന്. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.